എല്ലാവർക്കും നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുശ്രീ. ഞാൻ ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയി പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ വിഷയമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ സ്കൂൾ റെഫ്യൂസൽ ബിഹേവിയർ എന്ന പ്രശ്നത്തെ കുറിച്ചാണ്. സ്കൂൾ റെഫ്യൂസൽ ബിഹേവിയർ എന്നത് എന്താണ് എന്ന് അറിയാമോ? സ്കൂൾ റെഫ്യൂസൽ ബിഹേവിയർ എന്നത് കുട്ടി സ്കൂളിൽ പോകാൻ നിരന്തരം വിസമ്മതിക്കുന്ന അവസ്ഥയാണ്. ഇത് സാധാരണ കുട്ടിക്ക് അലസതയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമില്ല എന്ന രീതിയിൽ കാണാൻ പാടില്ല. പലപ്പോഴും ഇതിന് പിന്നിൽ മാനസിക കാരണങ്ങൾ ഉണ്ടാകാം. ഇത് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ, സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ചിൽഡ്രൻ പോലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം. സ്കൂൾ റെഫ്യൂസൽ ബിഹേവിയറിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ: 1. സ്കൂളിൽ പോകുന്ന സമയത്ത് വയറുവേദന, തലവേദന, ഛർദി തുടങ്ങിയ ശാരീരിക പരാതികൾ പറയുക. രാവിലെ തയ്യാറാകാൻ വിസമ്മതിക്കുക. കരച്ചിൽ, കോപപ്രകടനം, അമ്മയെയും അച്ഛനെയും വിട്ടുപോകാൻ ഭയം, പരീക്ഷാ സമയങ്ങളിൽ കൂടുതൽ പ്രതിരോധം. ചില കുട്ടികൾക്ക് സ്കൂൾ എത്തിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല, എന്നാൽ സ്കൂൾ പോകുന്ന സമയമാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇത് സാധാരണ മടിയാണോ? പല മാതാപിതാക്കളും ആദ്യം കരുതുന്നത് ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് പഠിക്കാൻ താൽപ്പര്യമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടി അനുഭവിക്കുന്നത് ഭയം, അവിശ്വാസം, സാമൂഹിക സമ്മർദ്ദം, അല്ലെങ്കിൽ പരാജയ ഭീതി ആയിരിക്കാം. സ്കൂൾ റെഫ്യൂസൽ സാധാരണയായി താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ കൂടുതലായി കാണാം. പുതിയ സ്കൂളിൽ ചേരുമ്പോൾ, ക്ലാസ് മാറ്റം, ബുള്ളിയിങ് അനുഭവം, പരീക്ഷാ സമ്മർദ്ദം, കുടുംബത്തിലെ മാറ്റങ്ങൾ, വിവാഹമോചനം, മരണം, താമസം മാറൽ പോലുള്ളവ. സ്കൂൾ റെഫ്യൂസലിൻ്റെ മാനസിക
കാരണങ്ങൾ: ഒന്ന്, സെപ്പറേഷൻ ആൻസൈറ്റി. ചെറിയ കുട്ടികൾക്ക് മാതാപിതാക്കളെ വിട്ടുപോകുമ്പോൾ അമിതമായ ഭയം ഉണ്ടാകാം. ഇത് സാധാരണ വളർച്ചയുടെ ഭാഗമാകാം, പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം ചികിത്സ ആവശ്യമാണ്. രണ്ട്, സോഷ്യൽ ആൻസൈറ്റി. കുട്ടിക്ക് ക്ലാസ്സിൽ സംസാരിക്കാൻ, സുഹൃത്തുക്കളോട് ഇടപഴകാൻ ഭയം. എന്നെ പരിഹസിക്കും എന്ന ഭയം. മൂന്ന്, അക്കാഡമിക് പ്രഷർ. മാർക്ക് കുറയുമോ എന്ന ആശങ്ക. അധ്യാപകരുടെ ശാസനം. നാല്, ബുള്ളിയിങ്. സ്കൂളിൽ പരിഹസിക്കൽ, ഒറ്റപ്പെടുത്തൽ, ശാരീരിക പീഡനം എന്നിവ നേരിടുമ്പോൾ. അഞ്ച്, ഡിപ്രഷൻ. കുട്ടികളിലും ഡിപ്രഷൻ കണ്ടുവരാറുണ്ട്. കുട്ടിക്ക് താൽപ്പര്യം കുറയുക, ഊർജം കുറഞ്ഞത് പോലെ തോന്നുക. ഇനി മാതാപിതാക്കൾക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, ഓരോ തിങ്കളാഴ്ചയും അസുഖം. അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ കരച്ചിൽ. ഡോക്ടർ പരിശോധനയിൽ ശാരീരിക പ്രശ്നം കണ്ടെത്താനാകാത്തത്. സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ആശങ്ക. കുട്ടികളെ പെരുമാറ്റം ശ്രദ്ധിക്കുക, അവരെ കുറ്റപ്പെടുത്തരുത്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് ശാന്തമായി കുട്ടി പറയുന്ന കാരണങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ചെറിയ കാര്യമല്ല എന്ന് അംഗീകരിക്കുക. സ്കൂൾ അധികൃതരുമായി സംസാരിക്കുക. അധ്യാപകരുമായുള്ള സഹകരണം അത്യാവശ്യമാണ്. പതുക്കെ എക്സ്പോഷർ നൽകുക. എക്സ്പോഷർ എന്നത് കുട്ടി ഭയപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാതെ നിയന്ത്രിതവും സുരക്ഷിതവുമായ രീതിയിൽ പതുക്കെ അവരെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പ്രൊഫഷണൽ സഹായം തേടുക. അവസ്ഥ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി (CBT) വളരെ ഫലപ്രദമാണ്. മറ്റ് ചികിത്സാ മാർഗങ്ങൾ ബിഹേവിയർ തെറാപ്പി, പാരന്റ് ട്രെയിനിങ്, റിലാക്സേഷൻ ടെക്നിക്സ്, സ്കൂൾ ബേസ്ഡ് ഇൻ്റർവെൻഷൻ. ചില സാഹചര്യങ്ങളിൽ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മരുന്ന്. കുട്ടിയോട് പറയരുതാത്ത
വാക്കുകൾ. നീ മടിയൻ ആണ്. നീ എന്താണ് ഇങ്ങനെ? എല്ലാവരും സ്കൂളിൽ പോകുന്നു. ഞാൻ ചെറുതായപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം കുറയ്ക്കും. കുട്ടിയോട് പറയേണ്ട വാക്കുകൾ: നിനക്ക് ഭയം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഇത് കൈകാര്യം ചെയ്യും. നീ ധൈര്യശാലിയാണ്. അവസാനമായി, സ്കൂൾ റിഫ്യൂസൽ ബിഹേവിയർ ഒരു നാടകമല്ല. ഇത് കുട്ടിയുടെ ഉള്ളിലെ ഭയത്തിൻ്റെ പ്രകടനമാണ്. മാതാപിതാക്കളുടെ സഹനം, അധ്യാപകരുടെ പിന്തുണ, ആവശ്യമായപ്പോൾ പ്രൊഫഷണൽ സഹായം ഇതൊക്കെ ചേർന്നാൽ കുട്ടിക്ക് ആത്മവിശ്വാസത്തോടെ സ്കൂളിലേക്ക് മടങ്ങാൻ സാധിക്കും. കുട്ടിയെ കുറ്റപ്പെടുത്താതെ മനസ്സിലാക്കുക. അവരുടെ ലോകം ചെറുതാണ്, പക്ഷേ അവരുടെ ഭയം വലുതാണ്. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.